കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ സഭയായിട്ടൊരു ഉണർവിനായിട്ട്, ഒരു റിവൈവലിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റിവൈവലിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവാത്മാവ് സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഉണർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരംഭിച്ചത് എവിടെ? ഉണർവ് ആരംഭിച്ചത് സഭകളിലോ സഭാ ഹാളുകളിലോ അല്ല. ഉണർവ് ആരംഭിച്ചത് വ്യക്തികളിലാണ്. വ്യക്തിപരമായ ജീവിതങ്ങളിലാണ് ഉണർവ് ആരംഭിച്ചത്. എല്ലാ ഉണർവിൻ്റെ പിന്നിലും കോമൺ ആയിട്ടൊരു കാര്യമുണ്ടെങ്കിൽ അത് ദൈവത്തിനായിട്ടുള്ള തീക്ഷ്ണമായ ആഗ്രഹമാണ്. വ്യക്തികൾക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ഒരു ആഗ്രഹം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ടുള്ളൊരാഗ്രഹം, ദൈവത്തിൽ നിന്ന് ചില നന്മകൾക്കുള്ള ആഗ്രഹം മാത്രമല്ല, ദൈവത്തെ തന്നെ ആഗ്രഹിക്കുന്ന, ദൈവത്തെ കൊതിക്കുന്ന, ആ പ്രസൻസ് ലോങ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് എപ്പോഴും ഉണർവ് പൊട്ടി പുറപ്പെട്ടിട്ടുള്ള. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീർത്തോടിനെ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാംക്ഷിക്കുന്നു. അപ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ കാംക്ഷിക്കുന്നത് വേറൊന്നിനുമല്ല, ദൈവ സാന്നിധ്യം എന്നൊറ്റ വിഷയത്തിന് വേണ്ടിയാണ്. നമ്മൾ വേദപുസ്തകം ഉടനീളം നോക്കിയാലും ദൈവം ഒരു സമൂഹത്തെ തൊടുന്നതിന് മുമ്പ് എപ്പോഴും ഒരു വ്യക്തിയാണ് ദൈവം തൊട്ടത്. ഇസ്രായേലിനെ ദൈവം വിടുവിക്കുന്നതിന് മുമ്പ് ദൈവം മോശയെ ഒന്ന് പണിതെടുത്ത്, മോശയെ അതിനായിട്ട് ഒന്ന് ഉണർത്തിയെടുത്തു, മോശയെ അതിനായിട്ട് ഉപയോഗിച്ചു. അതുപോലെ നമ്മൾ വേറെ ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ ദൈവം ഉണർത്താനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവം ആദ്യം ഒരു ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചു. ദൈവശബ്ദത്തെ മനസ്സിലാക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു ശമൂവേലിനെ ദൈവം എഴുന്നേൽപ്പിച്ച ഇസ്രായേലിനെ ഉണർത്തിയത്. അതുപോലെ നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ തകർന്ന ബ്രോക്കൺ വാൾസിനെ പണിയാനായിട്ട് ദൈവം നെഹമ്യാവിന് ഒരു ബേർഡൻ കൊടുത്തു. അങ്ങനെ ഉടനീളം ദൈവവചനം നോക്കിക്കഴിഞ്ഞാൽ ഉണർവ് ആരംഭിച്ചത് വ്യക്തികളില, സഭകളിലല്ല. ഈ വ്യക്തികളിൽ ആരംഭിച്ച ഉണർവ് സഭയിലേക്ക് വ്യാപരിച്ച് തീ പോലെ, കാട്ടുതീ പോലെ പന്തലിച്ച് പടരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലൊരിക്കൽ 120 പേര് അവർ ദൈവസന്നിധിയിൽ ദാഹിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന പെന്തിക്കോസ് മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് റിവൈവ് ആവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഈ ദൈവവചനത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, സുവിശേഷത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ വേർഡ് ഓഫ് മൗത്ത് വഴി, അഥവാ വ്യക്തിപരമായിട്ട് തമ്മിൽ പങ്കുവെക്കുന്നത് വഴിയാണ് ഏറ്റവും കൂടുതൽ ദൈവവചനം പരന്നിട്ടുള്ളത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നോക്കിയാലും പലയിടത്തും പീഡനങ്ങളുടെ നടുവിൽ പോലും ആളുകൾ സുവിശേഷം ഘോഷിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നാൾക്ക് നാൾ ദൈവം രക്ഷിക്കപ്പെട്ടവരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ആമേൻ, രക്ഷിക്കപ്പെട്ടവർ ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. 5-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്ന അവർ വീടുകൾ തോറും കയറി ദൈവവചനത്തെ ഘോഷിച്ചു. അപ്പോൾ ഇവിടെ എന്തുവാ നടന്നതെന്ന് വെച്ചാൽ, ഒരു കൂട്ടം ആൾക്കാർക്ക് 120 പേര് ആദ്യം കൂടി, പിന്നെ 3000 പേരുടെ സഭയിലേക്ക് വന്നപ്പോൾ ഇപ്പം 3120 പേര് സഭയ്ക്കകത്തുണ്ട്. ഇവർ അനുഭവിച്ച ആ ദൈവസ്നേഹം, ഇവരനുഭവിച്ച ആ സന്തോഷം, ഇവരനുഭവിച്ച ആ രക്ഷ ഇവർ പടർത്താനായിട്ട് അതുപോലെ സന്തോഷിച്ച് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, രക്ഷയോടുള്ള ബന്ധത്തിലല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില നാളുകൾക്ക് മുമ്പ് ഒരു നല്ലൊരു സ്ഥലത്ത് ഒരു ഹണി കേക്ക് കഴിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അടുത്ത 2-3 ദിവസം കാണുന്നവരോടെല്ലാം അവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, നല്ല ഹണി കേക്ക് കിട്ടും, നിങ്ങളെല്ലാം പോയി ഒന്ന് കഴിച്ചു നോക്കണമെന്ന് പറയാനായിട്ട് ഇടയാ. അത് എൻ്റെ അടുത്ത് ആ വെയിറ്റർ ഇതുവരെ ഒരു വാക്ക് പോലും മിണ്ടിയില്ല, നീ ചെന്ന് കാണുന്നവരോടല്ല ഇത് പറയണമെന്ന് പറയില്ല. പക്ഷെ ആ കഴിച്ചതിൻ്റെ സ്വാദ് എന്നെ വേറെ അനേകരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ഇടയായി. എന്ന് പറയുന്നത് പോലെ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണരുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ കർത്താവിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ, ആ കർത്താവിനെ ഇനിയും അധികം ആളുകൾ അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആമേൻ, ഹല്ലേലൂയ. സുവിശേഷം ഘോഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം,
എന്ന് എഴുതിയിരിക്കുന്നത് റോമാലേഖനത്തിൽ പൗലോസ് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു. ഈ സുവിശേഷം ഘോഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. നമ്മൾ ഇനിയും ഔട്ട്റീച്ചിനായിട്ട് പോവുക, സഭ വളർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ പറയുന്ന ഒരു വാക്യമാണ്, അത് ഐസയാവിൽ നിന്ന് കോട്ട് ചെയ്ത ഇവിടെ പറയുന്നത്. ഐസയാവ് 52:7 നിന്ന് പറയുന്നത് സുവിശേഷം ഘോഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഞാൻ ആ ഒരു പദം ഒന്ന് മനസ്സിലാക്കാൻ നോക്കിയപ്പോൾ, റോമൻ പട്ടണം ചുറ്റും മലകളാണ്. ഈ റോമൻ പട്ടണത്തിലെ ദേശനിവാസികൾ അവിടെ നടന്ന ഒരു യുദ്ധത്തിൻ്റെ ശ്രുതികൾ മാത്രം കേൾക്കുന്നുണ്ട്. യുദ്ധം നടക്കുന്നതായിട്ട് അവർക്ക് അറിയാം. പക്ഷേ യുദ്ധത്തിൻ്റെ പരിണിതമായിട്ട് യുദ്ധം ആര് ജയിച്ചുവെന്നോ യുദ്ധത്തിന് എന്തോ നടന്നുവെന്നോ അവർ അറിയാതെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ അവർ കാണുന്നു മൈലുകൾക്കപ്പുറം ദൂരെ നിന്ന് ഒരു വ്യക്തി, മലകൾ താണ്ടി ഒരു വ്യക്തി ഓടി വരുന്നു. ആ വ്യക്തി ദിവസങ്ങളും കൊണ്ട് ഓടുക. മലകൾ കയറി ഇറങ്ങി പല കല്ലുകളിലും ചെളികളിലും ഒക്കെ കയറി ഇറങ്ങി അയാളുടെ കാല് നോക്കിയാൽ മുഴുവൻ മുറിഞ്ഞ് അഴുക്കായി ഇരിക്കുന്ന കാലുകളാണ്. ആ വ്യക്തി ഓടി വന്ന ദേശത്തിലേക്ക് എത്തി, വി ഹാവ് വൺ ദ വിക്ടറി എന്ന് പറയുക. അയാൾ അവിടെ വീണ് മരിക്കുക ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആളെ നോക്കിയ യേശാവ് പറയുന്നത്, ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു ബ്രിങ് ഗുഡ് ടൈഡിങ്സ്. ആമേൻ. നമുക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ഗുഡ് ടൈഡിങ് ഉണ്ട്. ദ വിക്ടറി ഹാസ് വൺ എന്ന് ആ ഒരു മെസ്സഞ്ചർ ഓടിച്ചെന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് ദൈവം ഒരു സന്ദേശം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയും കർത്താവ് പരമയാഗമായി തീർന്ന് നമ്മുടെ പാപത്തിന്മേൽ ഒരു ജയം നൽകി എന്നൊരു വലിയ വാർത്ത നമുക്കും പറയുവാനായിട്ട് ദൈവം നമ്മുടെ തന്നിട്ടുണ്ട്. ആമേൻ. നമുക്ക് നമ്മുടെ കാലുകളെ അതിനായിട്ട് അധ്വാനിക്കുവാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ആളെ നോക്കിയാൽ പറയുന്നത്, സുവിശേഷം ഘോഷിക്കുന്നവരുടെ കാലുകൾ എത്ര മനോഹരം. ആമേൻ, ഹല്ലേലൂയ. ഈ പൗലോസിൻ്റെ കാലത്താണെങ്കിലും രാജാക്കന്മാർ ദൂരത്തേക്ക് ആളുകളെ മെസ്സഞ്ചേഴ്സിന് അയക്കുമായിരുന്നു യുദ്ധത്തിൻ്റെ വിവരണം അറിയാനായിട്ട്, ആര് ജയിച്ചു എന്ന് അറിയാനായിട്ട്. ആമേൻ. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റൂടെ മനസ്സിലിരിക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആമേൻ. വേദപുസ്തകത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഓടിച്ചെന്ന് ഒരു സുവാർത്ത അറിയിച്ച വളരെ കറേജിയസ് ആയിട്ടുള്ള 2 പേരെയും കൂടെ ഒരു ഉത്തേജനത്തിനായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നെന്ന് വെച്ചാൽ ആമേൻ, നെഫ്താലി. ജനസിസ് ചാപ്റ്റർ 49, ഉൽപ്പത്തി 49 അധ്യായം 21 വാക്യത്തിൽ അവിടെ യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, Naphtali is a hint let നെഫ്താലി സ്വതന്ത്ര വാക്കുകൾ പറയുന്ന പേടവാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ യാക്കോബിൻ്റെ സഹോദരന്മാർ തിരികെ പിതാവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവർക്കൊരു സുവാർത്തയുണ്ട്, യോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെല്ലാം പതിയെ വരുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അതിവേഗത്തിലേക്ക് ഒരുത്തൻ ഓടുക. ആ കൂട്ടത്തിൽ നടന്ന് പോകുന്നതിന് പകരം ഒരു വ്യക്തി അതിവേഗത്തിൽ ആ കൂട്ടത്തിൽ നിന്ന് പോലും വ്യത്യസ്തനായ ഓടിച്ചെല്ലുക പിതാവിൻ്റെ അടുക്കലേക്ക്. യോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ. ആമേൻ. അദ്ദേഹം നെഫ്താലി. ആമേൻ. ആ നെഫ്താലിയെ പറ്റി പറയുന്നത്, നെഫ്താലി ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. നമുക്കും ദൈവം അതുപോലൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ആമേൻ. അത് ഒരു ക്രൗഡിൻ്റെ കൂടെ നടന്ന് സൗകര്യമുള്ളപ്പോൾ നമുക്ക് പറയാനായിട്ടല്ല, ആ ക്രൗഡിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പൂടെ ഫാസ്റ്റായിട്ട് നെഫ്താലി ഓടിയതുപോലെ നമുക്ക് ഓടിച്ചെന്ന് പറയാനായിട്ടൊരു സന്തോഷ വാർത്തയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു വെരി കറേജിയസ് പേഴ്സൺ, പ്രത്യേകിച്ച് നമ്മുടെ വനിതാ താരങ്ങൾക്ക് പ്രചോദനമായിട്ട്, പീലാത്തോസിൻ്റെ ഭാര്യ. അവിടെ നാം കാണുന്നു മത്തായി 27 അധ്യായം 19 വാക്യത്തിൽ നമുക്കൊരു ഒന്ന് വായിക്കാം. മത്തായി 27:19. അവൻ ന്യായസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അരുളി ചെയ്തു, ആളയച്ചു,
ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ അവൻ നിമിത്തം ഞാനൊരു സ്വപ്നം കഴിഞ്ഞ രാത്രി സഹിച്ചു. അവിടെ നാം കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോർട്ട് റൂം സീനിൽ യേശുവിനെ ആ സമൂഹം തന്നെ എതിരാക്കി സംസാരിക്കുമ്പോൾ അവിടെ ദാണ്ട് ഒരു സ്ത്രീ, നഫ്താലിയുടെ ഭാര്യ, തലേരാത്രി ഈ ഒരു വിഷയത്തെപ്പറ്റി സ്വപ്നങ്ങൾ പോലും ഉണ്ടായി. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ പീലാത്തോസിൻ്റെ ഭാര്യ അനുകൂലമാണ്, യേശുവിന് അനുകൂലമാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ പീലാത്തോസിൻ്റെ ഭാര്യ അന്ന് കൊല്ലപ്പെടാൻ പോലും സാധ്യതയുണ്ട്. എന്നാൽ നാം കാണുന്നു അവിടെ അത്രയും ഒരു റിസ്ക് എടുത്ത് ആളയച്ചൊരു കത്ത് അപ്പുറത്തെത്തിക്കുക, ഈ രക്തത്തിന്മേൽ നീ അവകാശമെടുക്കരുത്, ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദിസ് ഇന്നസെൻറ്റ് മാൻ. ആമേൻ ഹല്ലേലൂയ. ഇത്ര റിസ്ക് എടുത്ത പീലാത്തോസിൻ്റെ ഭാര്യ ആ ഒരു മെസ്സേജ് പുട്ടക്രോസ് ചെയ്യുന്നത്. നമുക്കും അതുപോലൊരു മെസ്സേജ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എത്ര റിസ്ക് എടുത്താണേലും പറയാൻ വർത്ത് വൈൽ ആയിട്ടുള്ളൊരു മെസ്സേജ് ദൈവം നമ്മുടെ കാര്യങ്ങളിലും നൽകിയിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇറ്റ്സ് എ റിസ്കി തിങ് ടു ഡു, ബട്ട് ഷീ ഡിഡ് എവറിത്തിങ് ഇൻ ഹർ പവർ ടു ഡു ഇറ്റ്. നമ്മുടെ ജീവിതങ്ങളിലാണേലും സുവിശേഷം ഘോഷിക്കുന്നവർ വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, പക്ഷെ നമുക്കത് ചെയ്യുന്നത് വർത്ത് വൈലാണെന്ന് ഞാനിന്ന് രാത്രി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സുവിശേഷം ഘോഷിക്കുന്നതിൽ നിന്ന് അനേകരെ വ്യക്തിപരമായിട്ട് എന്നെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ലജ്ജയാണ്, നമുക്കൊരു നാണമാണ്, നമുക്കത് ഇറ്റ്സ് നോട്ട് കൂൾ ഇനഫ് ടു ഷെയർ ദ ഗോസ്പൽ. പൗലോസ് പറയുന്നു സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. പൗലോസ് അത് പറയാൻ കാരണം അത് വിശ്വസിക്കുന്ന ഏവനും അത് ജീവനായിട്ട് പരിണമിക്കും. പൗലോസ് ലജ്ജയില്ലെന്ന് പറയുമ്പോൾ വെറുതെ പറയുമല്ല. എൻ്റെ ഈ റോമാലേഖനത്തിൽ അത് പറയുമ്പോൾ അതിന് മുമ്പത്തെ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നു പൗലോസ് വിവിധ കഷ്ടങ്ങൾ സഹിച്ചാണേലും ഈ സുവിശേഷം ഘോഷിച്ചു. സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവൻ്റെ മേലും അത് വ്യാപരിക്കും. ആ സുവിശേഷത്തിനായിട്ട് ലജ്ജ കൂടാതെ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. പൗലോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ സുവിശേഷം ഘോഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം നെസസിറ്റി ഈസ് ലെയ്ഡ് അപ്പോൺ മീ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അത് പൗലോസിൻ്റെ മേളിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെ മേളും ആ നിർബന്ധം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആ നിർബന്ധം ഏറ്റെടുക്കാനായിട്ട് ഇന്ന് രാത്രികാലം എത്ര പേര് തയ്യാറാണ്? നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ ദൈവത്തിൻ്റെ സുവാർത്ത ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട്, നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മൾ നോക്കുമ്പോൾ നാമാൻ്റെ ഒരു എളിയ ഒരു സെർവൻ്റായിരുന്നു ആ പ്രവാചകനിലേക്ക് നാമാനെ അയച്ചത്. ആ സെർവൻറ്റിന് ആ കിട്ടിയ റോളിൽ ചെയ്യുന്ന ബെസ്റ്റ് അവളവിടെ ചെയ്തു. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ദൈവത്തിനായിട്ട് പ്രവർത്തിക്കാം. നമുക്ക് ലജ്ജ കൂടാതെ പറയാനായിട്ട് നമുക്കൊരു സന്ദേശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആമേൻ. യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമനിമിത്തം അനേകം നിങ്ങളെ ദുഷിക്കും. ആമേൻ ഹല്ലേലൂയ. നമുക്ക് വാഗ്ദത്തം ചെയ്തേക്കുന്നത് സുവിശേഷം ഘോഷിക്കുമ്പോൾ അടിപൊളി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അല്ല, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ലജ്ജ കൂടാതെ സുവിശേഷീകരിക്കുവാനായിട്ട്, ലജ്ജ കൂടാതെ ദൈവത്തിനായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന്